ങ്ങളെല്ലാം ഉണ്ടാക്കത്തക്ക നിലയിലേക്ക് നമ്മുടെ പാടുവിതരണ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ ശ്രീ വി രമേശൻ അവർ, അതുപോലെ തന്നെ ഞങ്ങളുടെ ഡയറി ഡിപ്പാർട്ട്മെന്റിന്റെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം 75 സംഘത്തിൽ ഇന്നിപ്പം നമ്മൾ എത്രയോ കാലങ്ങളായി ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ പാക്കറ്റ് പാല് വാങ്ങാൻ വേണ്ടി വരുന്നവർക്ക് വലിയ പ്രയാസമുണ്ട്. അപ്പോൾ പാത്രം കൊണ്ടുവന്നവർക്ക് നമ്മൾ പാല് കൊടുക്കുന്നുണ്ട്. അത് ഇന്നും തുടരും. അതോടൊപ്പം നിങ്ങൾ പാക്കറ്റ് ആക്കിയിട്ട് ഈ പാല് എല്ലാ സ്ഥലത്തും യഥേക്ഷ കൊടുക്കണം എന്നുള്ള ചിന്താഗതി വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വലിയൊരു പദ്ധതി തുടങ്ങുന്നില്ല ആദ്യം ഞങ്ങൾ ചിന്തിക്കേണ്ടതായി. അപ്പൊ അന്നേരം നമുക്ക് നമ്മുടെ ചില്ലിങ് മെഷീൻ പോലുള്ള എല്ലാ സംവിധാനമൊക്കെ വേണം. അപ്പൊ അതിന് നമ്മൾ പ്രായോഗികമുള്ള അപ്പോൾ ഒന്നറിയാൻ നമ്മൾ പാലും ഈ പ്രസ്ഥാനത്തിന്റെ ഒരു മുഖമുദ്ര തന്നെ കറന്നെടുത്ത ശുദ്ധമായ പാല് ഏവർക്കും എത്തിക്കാൻ പറ്റുന്നു എന്നതാണ് ഒരു പ്രധാന ഘടകം. അപ്പൊ ആ മുദ്ര നമുക്ക് ഇന്നും നിലനിർത്തണമെന്നുള്ള ചിന്താഗതി കൊണ്ട് ഞങ്ങൾ ഭരണസഭ ഈ പുനർവിഷമായി ചർച്ച ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മൾ ബാക്കി വരുന്ന പാല് യഥേഷ്ടമാർക്ക് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ എന്നൊരു ഘട്ടം വരുന്നു. അങ്ങനെയാണ് ഇങ്ങനെ ഒരു പാക്കറ്റിംഗ് സമ്പ്രദായം കൂടെ തുടരാം എന്ന് ഞങ്ങളെ ഭരണസമിതി കൂടി ആലോചിച്ചത്. അത് അറിയുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് പഴയ കാലത്ത് നമുക്കറിയാം എല്ലാവരും കുറയ്ക്കാനും ഉദ്ദേശിക്കുന്നു, അത് ഇത്തേ വയ്ക്കും. ഇപ്പൊ കർഷകർ വെച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ക്വാളിറ്റി കുറയും, ക്വാളിറ്റി കുറഞ്ഞാൽ ഇവർക്ക് പൈസ കുറയും. അത് നമ്മളെ അന്വേഷണം കൊണ്ട് ആ ടെസ്റ്റ് ചെയ്യണം എന്ന് കർഷകരെ വെച്ചു പറയുമ്പോൾ കിട്ടാതെ ഇന്നുള്ള അവസ്ഥ. എന്റെ ബഹുമാന്യരെ സുഹൃത്തുക്കളെ, ദേശം നീണ്ടുപോയി. എത്തുന്നതിൽ എനിക്ക് ട്രാഫിക് ബ്ലോക്കും ഉണ്ടായി. അതുകൊണ്ട് അറിയണം, ക്ഷമിക്കുക. ആടാണത്. അപ്പോ കാഞ്ഞങ്ങാടിന്റെ പുറത്ത് അറിയപ്പെടുന്ന ചില കാര്യങ്ങളിൽ ഒന്ന് നമ്മുടെ ഈ പാൽ സൊസൈറ്റി. കാരണം വർഷങ്ങളായി ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു പാൽ വിതരണ കേന്ദ്രം, അതോടൊപ്പം ഈ പ്രദേശങ്ങളിലെ കാഞ്ഞങ്ങാട്ടെ നിരവധി ആളുകൾ ജീവിതമാർഗം കണ്ടെത്തിയ സ്ഥാപനം ഏറ്റവും മികച്ച നിലയിൽ ഓരോ ചുവട് മുന്നോട്ട് പോകുമ്പോഴും പുതിയ പുതിയ പുരോഗതിയിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. ഇവിടെ കാഞ്ഞങ്ങാടിൻ്റെ ക്ഷീരമേഖലയിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. ജില്ലയിൽ 1ാം സ്ഥാനമാണ് കൃഷ്ണേട്ടൻ പറഞ്ഞത്. എന്നാൽ അത് ഞാൻ തിരുത്തുകയാണ്. ജില്ലയിൽ 1ാം സ്ഥാനമല്ല, സംസ്ഥാനത്ത് 1ാം സ്ഥാനമാണ്. ആ അവാർഡ് വാങ്ങിയ ഒരാളാണ് ഞാൻ. കഴിഞ്ഞ മാസം പോയിട്ട് കൊല്ലത്തുനിന്ന് സംസ്ഥാന സർക്കാർ ക്ഷീരമേഖലയിൽ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ ഇന്ന് കേരളത്തിൽ ഏറ്റവും മികച്ച പ്രവർത്തനം നടക്കുന്നത് കാഞ്ഞങ്ങാട് നഗരസഭക്കാരാണ്. കാഞ്ഞങ്ങാട് നഗരസഭക്കകത്ത് അതെങ്ങനെ നടത്താൻ കഴിയുന്നു എന്നതിൽ മുനിസിപ്പാലിറ്റിയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സ്ഥാപനമാണ് കാഞ്ഞങ്ങാട് പാൽ വിതരണ സഹകരണ സംഘം. അതുകൊണ്ട് സംഘത്തിൻ്റെയും കൂടി പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്തരമൊരു സംസ്ഥാനതല അവാർഡ് നമ്മളെ തേടിയെത്തിയത്. ഞാൻ അവാർഡ് വാങ്ങുമ്പോൾ പറഞ്ഞത് ഇനിയിത് നമ്മൾ ആർക്കും വിട്ടുകൊടുക്കില്ല, ഇനി സ്ഥിരമായിട്ട് ഇത് കാഞ്ഞങ്ങാടിൻ്റെ കുത്തകയാണ് എന്നാണ് ഞാൻ കൊല്ലത്തുനിന്ന് സംസാരിക്കുമ്പോൾ പറഞ്ഞത്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഈ അവാർഡ് നമ്മുടെ കുത്തകയാക്കി മാറ്റണം. സ്ഥിരമായി എപ്പോഴും നമുക്ക് തന്നെ അറിയാം.